ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസി എക്സാം എഴുതാൻ പോവുകയാണ് നമ്മൾ. തീർച്ചയായും പ്രാക്ടിക്കൽ സൈഡ് പോലെ തന്നെ നമ്മുടെ തിയറി പോർഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് +1 അക്കൗണ്ടൻസിലെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യമായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒരു അക്കൗണ്ടിങ് സൈഡിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. തീർച്ചയായും നമ്മൾ 4 ഒബ്ജക്റ്റീവ്സ് കൃത്യമായി പഠിച്ചു വെക്കുന്നു. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിപിക്ഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡിംഗ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഇറ്റ്സ് യൂസേഴ്സ്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഒരിക്കലും മക്കള് മറക്കാതെ പഠിക്കണം. നെക്സ്റ്റ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഈ ഭാഗത്ത് നിന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നമുക്ക് അക്കൗണ്ടിങ് യൂസേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റിന്റെ അകത്ത് ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് വരാറുണ്ട്. അത് 1 മാർക്കിനും കൂടാതെ 2 മാർക്സിനും 3 മാർക്സിനും ഒക്കെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷൻ ചോദിക്കുന്നു. ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെന്റ് ആൻഡ് കസ്റ്റമേഴ്സ്. ഈ ലിസ്റ്റിൽ അല്ലാത്ത മേ ബി ഫിനാൻഷ്യൽ ഓഫീസർ, ബ്രാഞ്ച് മാനേജർ, ഇത്തരത്തിലുള്ള പേരുകൾ വന്നു കഴിഞ്ഞാലും ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെയാണ്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. എംപ്ലോയീസും അതുപോലെ തന്നെ എംപ്ലോയീസ് യൂണിയൻസ് വരികയാണെങ്കിൽ, എംപ്ലോയീസ് യൂണിയൻ വരികയാണെങ്കിൽ അത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഈ കാര്യം കൂടെ മക്കളെ ഈ ഒരു ഏരിയയിൽ പഠിച്ചു വെക്കണം. യൂസേഴ്സ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി പോർഷൻ തന്നെയാണ്. കൂടാതെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. പല എക്സാമിനേഷനും ഡയറക്റ്റ് ചോദ്യം ചോദിച്ച ഒരു തിയറി പോർഷൻ ആണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം റിലയബിലിറ്റി ആണ്, റിലവന്റ് ആണ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ഇത് ഓരോ പോയിന്റ് ആയിട്ടും അതുപോലെ തന്നെ 3 പോയിന്റുകൾ എഴുതാൻ, അതായത് 3 മാർക്സിന് 4 മാർക്സിന് ഈ രീതിയിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് തിയറി ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി പോർഷൻ തന്നെയാണ്. ദെൻ ബേസിക് അക്കൗണ്ടിങ് ടേംസ്. +1 അക്കൗണ്ടൻസിയുടെ തിയറി ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് ടേമുമായിട്ട് കണക്ട് ചെയ്താണ്. മേ ബി അത് ഡെപ്റ്റേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം. ഒരുപാട് ടേമുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് ടേമുകൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ടേമുകൾ അസറ്റ്സിനെ കുറിച്ച്, ലയബിലിറ്റീസിനെ കുറിച്ച്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അല്ലെ. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കില്ല. ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, അതായത് അസറ്റ്സ് മാത്രം നിങ്ങൾ പഠിക്കുമ്പോൾ അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ തീർച്ചയായും പഠിച്ചു വെക്കണം. അസറ്റ്സ് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും, മേ ബി എക്സാമ്പിൾസ് അവിടെ കൃത്യമായി പഠിച്ചു വെക്കണം. ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾ, കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ഒരു 4-5 എക്സാമ്പിൾസ്, ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ, കറണ്ട് ലയബിലിറ്റിയുടെ എക്സാമ്പിൾസ്, ഇവിടെയെല്ലാം നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും സ്ഥിരം ആളാണ്. ക്യാപിറ്റൽ, ഡ്രോയിങ്സ് എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും റവന്യൂ, എക്സ്പെൻസ്, ഇൻകം. ഈ കാര്യങ്ങളും എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അക്കൗണ്ടിങ് ടേംസിന്റെ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ സാർ കാണിച്ചുള്ളൂ. ബാക്കി മുഴുവനും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ടേംസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് നമുക്ക് 2 രീതിയിലാണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഒന്ന്, ഡയറക്റ്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓർ പ്രിൻസിപ്പിൾസ് നമ്മളോട് ചോദിക്കുന്നു. അതായത് എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഇത്തരത്തിൽ പേരുകൾ തന്നുകൊണ്ട്, കൺസെപ്റ്റുകൾ തന്നുകൊണ്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അല്ലാതെ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് അല്ലെ. മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് പല ക്വസ്റ്റ്യൻസ് കാണുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ 10 കൺസെപ്റ്റുകൾ ഓർമ്മിച്ചു വെക്കണം, പഠിച്ചു വെക്കണം, അതിന്റെ തിയറി പഠിച്ചു വെക്കണം. കൂടാതെ അത് മാച്ച് ദ ഫോളോയിങ് തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അത് തന്നെയാണ്. നമുക്കറിയാം അഡ്വാൻറ്റേജസ് ഓഫ് GST കുറിച്ച് ചോദ്യം നമുക്കൊരു തിയറി ഭാഗത്ത് നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. തിയറി പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. GSTയുടെ കോമ്പണൻസ് നമുക്കറിയാം, CGST, SGST ആൻഡ് IGST. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് GST, ഒബ്ജക്റ്റീവ്സ് ഓഫ് GST. ഇത്തരത്തിൽ GSTയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് മക്കൾ നിർബന്ധമായിട്ടും തിയറി ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി കോൺട്രാ എൻട്രി. നമുക്കറിയാം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ തീർച്ചയായും കോൺട്രാ എൻട്രി എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാഷിന്റെയും ബാങ്കിന്റെയും ട്രാൻസാക്ഷൻ ഒരുമിച്ച് വരുമ്പോഴാണ് കോൺട്രാ എൻട്രികൾ ഉണ്ടാവുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോന്നിനും സോഴ്സ് ഡോക്യുമെന്റ് ആണ്. സോഴ്സ് ഡോക്യുമെന്റ്സ് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതായത് നമുക്കറിയാം പർച്ചേസസ് ബുക്സും അതുപോലെ തന്നെ സെയിൽസ് ബുക്കും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇൻവോയ്സസ് ആണ്. പക്ഷേ
മറ്റൊരു സബ്സിഡറി ബുക്കായ പർച്ചേസ് റിട്ടേൺസിലേക്കും സെയിൽസ് റിട്ടേൺസിലേക്കും നിങ്ങൾ പോകുമ്പോൾ പർച്ചേസ് റിട്ടേൺ സെയിൽസ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അത് ഡെബിറ്റ് നോട്ട് ആയിട്ട് മാറുന്നു, ഡെബിറ്റ് നോട്ട് ആണ്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട് ആണ്. ഈ ഒരു സോഴ്സ് ഡോക്യുമെന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. കോൺട്രാ എൻട്രി, അതുപോലെ തന്നെ പർച്ചേസസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. അവിടെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്, ഒരു തിയറി പോർഷൻ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ഭാഗത്ത് രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് തിയറിയിൽ വരിക. ഒന്ന് നമുക്ക് ട്രയൽ ബാലൻസിനെ കുറിച്ചുള്ള ചോദ്യം, രണ്ടാമത്തത് എറേഴ്സ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എറേഴ്സിനെ കുറിച്ചുള്ള ചോദ്യം. തീർച്ചയായും ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് 1 മാർക്കിനും അതുപോലെ തന്നെ 3 മാർക്കിനും പല എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ്സിനെ മക്കൾ പഠിച്ചു വെക്കുക. ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്, to help in the locating errors locate ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. to help in the preparation of financial statement is these are the 3 main objectives of trial balance. പഠിച്ചു വെക്കണം. കൂടാതെ ഈ ചാപ്റ്റർ നമുക്ക് എറേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പഠിച്ചു വെക്കണം. കാരണം എറേഴ്സ് ഓഫ് ഒമിഷന്റെ എക്സാംസ് പഠിച്ചു വെക്കണം. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഇവയുടെ എക്സാമ്പിൾസ് തന്നുകൊണ്ട് ഇത് ഏത് എറർ ആണെന്ന് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് എറേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വളരെ റയർ ആണെങ്കിലും ചില ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ചില എറേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് എറർ ആണെന്ന് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ എറേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എക്സാം ഹാളിൽ ചോദിച്ചിരിക്കും. ഇനി ഡിഫറൻസസ് 2 രീതിയിൽ മക്കൾ പഠിച്ചു വെക്കണം. +1 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 ടൈപ്പ് ഡിഫറൻസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അത് ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നമുക്ക് ഡിപ്രീസിയേഷൻ ചാപ്റ്റർ ആണ്. ഡിപ്രീസിയേഷൻ ചാപ്റ്ററിനകത്ത് 2 രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, സ്ട്രേറ്റ് ലൈൻ ആൻഡ് റിട്ടേൺ ഡൗൺ WDV മെത്തേഡ്. അതിന് ഡിഫറൻസ് മക്കൾ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം, ക്ലിയർ ചെയ്ത് വെക്കണം. സാധ്യത അതുപോലെ തന്നെ ഡിഫറൻസ് ചോദിക്കാനുള്ള സെയിം ചാപ്റ്ററിൽ അതുപോലെ തന്നെ കാണാം റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്. അപ്പൊ ഈ 2 ഡിഫറൻസ് മാത്രം മതി പബ്ലിക് എക്സാമിനേഷൻ തിയറി ഭാഗത്ത്. മറ്റൊരു ഡിഫറൻസ് നമുക്ക് ചോദിക്കാനില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, ദ സെയിം ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്. ഇങ്ങനെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ തിയറി പോർഷൻസിന്റെ പെർസെന്റേജ് തന്നെ വളരെ കുറവായിരിക്കും. പക്ഷേ ഏറ്റവും നമുക്കൊരു ഫുൾ സ്കോറിലേക്ക് 1 മാർക്ക് പോലും മിസ്സാവാതെ അക്കൗണ്ടൻസിയുടെ സ്കോർ ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒറ്റ തിയറി പോർഷൻ പോലും നമുക്ക് അക്കൗണ്ടൻസി നഷ്ടപ്പെടാൻ പാടില്ല. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.